ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും സമ്മർദ്ദം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. സർ, അങ്ങേക്കറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഈ കേസിൽ ഈ പ്രതികൾ എല്ലാവരും, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടി പുറത്തു വരികയാണ്. കഴിഞ്ഞ 90 ദിവസമായിട്ട് ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ വലിയ ഉത്കണ്ഠയുണ്ട്. സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം. നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത്. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല.